ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ടിപ്സുകളാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഒരു ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി തന്നെ രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ ഇന്ന് ഇതിൽ പറയുന്നതിൽ ആദ്യം പറയുന്ന പോയിൻ്റ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിൻ്റ് പറയുന്നത് ബാക്ക് പാർട്ടും ഫ്രണ്ടിൻ്റെ ടക്സും പിടിക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ ടിപ്സുകളും നമ്മൾ തൊട്ട് മുന്നത്തെ 2 വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി സ്ലീവിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബാൻഡിൻ്റെ ഭാഗം, അതായത് ബെൽറ്റ്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് പെടുത്തും. പിന്നെ മാത്രമല്ല ഹുക്ക്, ഹോള്, അതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാ ടിപ്സുകളും നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ വെക്കുക. സ്ലീവിന് തുമ്പ് ഭാഗം മടക്കി അടിക്കാനുള്ളൊരു ഭാഗം മൊത്തം നമുക്ക് സ്ലീവ് തയ്ച്ച സ്ലീവ് പ്ലസ് 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. താഴെ ഭാഗത്ത് 1 ഇഞ്ച്, മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കേട്ടോ. ആ ഒരു കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനിപ്പോൾ താഴെ ആ 1.5 ഇഞ്ച് കൂടെ കണക്കാക്കി മുകളിലേക്ക് വെച്ച് വരയ്ക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് ആ താഴെ ഭാഗത്തും മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മളിപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തിയ ശേഷം കേട്ടോ, ഈ വീഡിയോ കാണുക നമ്മളെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന്. അതിന് ശേഷം അതിന് ഔട്ടറിലേക്ക് വരുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച്, അതായത് 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടി എടുത്തിട്ട് നമ്മൾ എടുക്കാം. ആ രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എക്സ്ട്രാ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം 1 ഇഞ്ചാണ് ആ ഭാഗത്തേക്ക് ആവശ്യമുള്ളൂ, ആ ഒരു രീതിക്ക്. പിന്നെ നമ്മൾ ഇതുപോലെയാണ് വയ്ക്കുന്നത്. ഷോൾഡർ കറക്റ്റ് ഒപ്പം വെച്ച് പിന്നെ ഓരോ പോയിൻറ്റും ഇങ്ങനെ നിവർത്തിയിട്ട് ഒരു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിവർത്തി ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ എങ്ങനെ ഏത് ഭാഗത്തു നിന്നാണ് തുണി മടക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തെറ്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ തുണി മടക്കിയത് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ നടുവായിട്ട് മടക്കി ഒരു വലത്തെ സൈഡിലേക്ക് നമുക്ക് തേരി വശം വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അത് മാറ്റിയിട്ട് ഒരു പ്രാവശ്യം കൂടിയും ആ നടുമടക്കിയതിന് വീണ്ടും ഒന്നുകൂടി നടുമടക്കിയിട്ടാണ് നമ്മൾ സ്ലീവിന് ഏറ്റവും തെറ്റെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഒരു മീഡിയം വണ്ണം സ്ലീവ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു രീതി പറ്റുള്ളൂ. അതൊരു ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുകൂടി പറഞ്ഞുതരാം സ്ലീവിൻ്റെ കാര്യത്തിൽ തന്നെ. ഇനി നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കൈക്കുഴിയുടെ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. എക്സ്ട്രാ നമ്മൾ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. ആ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കാൻ. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ സ്ലീവ് വണ്ണം കൂടുതലുള്ളവരുണ്ടായിരിക്കും. ആം ഹോൾ റൗണ്ട് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലുള്ളത്, കൈക്കുഴി കൂടുതലുള്ളവർ, കൈവണ്ണം കൂടുതലുള്ളവർക്ക് നമ്മൾ സൈഡ് ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത്. മനസ്സിലാവുന്നുള്ളൂ, സൈഡിൽ നിന്ന് എടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ സെൻറ്റർ ഭാഗത്തു നിന്ന് എടുക്കും. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യുന്ന തെറ്റ് ഭാഗം മടക്കിയിട്ട്, പക്ഷേ നമ്മളൊരു സൈഡിൽ നിന്ന് എടുക്കണം. അങ്ങനെ രീതിയിൽ ചെയ്താലാണ് അങ്ങനെ വണ്ണമുള്ളവർക്ക് നമുക്ക് ആ ഒരു ഏപ്പ് വയ്ക്കാത്ത രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ബാൻഡിനൊക്കെ തുണി കുറവാണെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ എടുക്കേണ്ടി വരും. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് തയ്ച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് പിന്നീട് ചെയ്താൽ മതി. തയ്ച്ച ശേഷം നമ്മൾ ചെയ്താലും മതിയായിരുന്നു കേട്ടോ. അത് നേരത്തെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് നമ്മൾ ഓർമ്മയിൽ വെച്ചാലും മതി. അതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ആ രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് ബാൻഡ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഉൾസൈഡിൽ നിന്നാണ് കേട്ടോ തയ്യൽ തുമ്പ് അടക്കം കിട്ടുന്ന രീതിക്കാണ് നമ്മളത് ചെയ്യണത്. നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഈ തേരി വശം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. നമുക്ക് എടുക്കാൻ കംഫർട്ടായിട്ടുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ബെൽറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റിൻ്റെ ആ ഒരു അളവും സൈഡ് ഭാഗത്ത് ഹുക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റിൻ്റെ അളവും
ഇത് രണ്ട് സൈഡിലേക്കും 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വീതമാണ് എക്സ്ട്രാ എടുത്തത് കേട്ടോ. കാരണം നമ്മൾക്ക് തയ്ച്ചതിൻ്റെ ഉൾസൈഡിലേക്ക് പോകുന്നത് ബാൻഡിൻ്റെ താഴെ ഭാഗത്ത് 1/4 ഇഞ്ച് ഒരു പോയിൻ്റാണ് ഉള്ളിലേക്ക് പോകുന്നത്. പിന്നെ ഹുക്കിൻ്റെ ഹോളിൻ്റെ ആ ഭാഗത്ത് സൈഡ് ഉണ്ടല്ലോ, അവിടെയും ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റാണ് ഉള്ളിലോട്ട് പോകുന്നത്. ആ പോയിൻ്റുകൾ മാത്രമാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2 എണ്ണമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് വേറെ നമുക്ക് മൊത്തം 6 എണ്ണമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് 2 എണ്ണമാണ് കിട്ടി. ഇതുപോലെ 2 പ്രാവശ്യം കൂടി എടുക്കണം. ഇതിനകത്ത് തുണി ഉണ്ടെങ്കിൽ ഇതിനകത്ത് എടുക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ ക്ലോത്ത് നമ്മുടെ നിന്ന് എടുക്കുക. ഏതെങ്കിലും ഒരു ക്ലോത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് തയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ മെയിൻ ക്ലോത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇട്ട് തയ്ക്കാൻ. അങ്ങനെ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മളത് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ക്ലോത്തുകൾ 4 എണ്ണം എടുത്തിട്ട് 2 എണ്ണം മാത്രമേ ഒറിജിനൽ പീസിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെയും നമ്മൾ എക്സ്ട്രാ ക്ലോത്തിൽ നിന്ന് എടുത്തുള്ളതാണ്. അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്കുള്ള പട്ട വയ്ക്കാനായിട്ട് അതേ ബാക്ക് പാർട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഈ ഫോൾഡ് ചെയ്യണ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്, ആ സൈഡിൽ നിന്ന് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ ഷേപ്പ് ഈ ഭാഗത്തേക്ക് തന്നെ വരും. നമ്മുടെ സൈഡിൽ ഷേപ്പ് വരുന്നില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം അതേപോലെ തന്നെ വരയ്ക്കുക. 1.5 ഇഞ്ച് വീതിയാണ് പട്ടയ്ക്ക് എടുക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്താ പറയുക, 2 ക്ലോത്തും കൂടിയിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഹുക്കും ഹോളും വെക്കുന്ന ഭാഗമാണ്. അതിന് നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഉണ്ടാവും. അതിനകത്ത് ഒരു തേര് വശം വരുന്ന ഭാഗമാണ് മെയിനായിട്ട് നമ്മൾ നമ്മുടെ സൈഡിലോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ശരിക്കും വേണ്ടുന്ന നീളമെങ്കിലും നമുക്ക് ഇത് മൊത്തം ഒരു 1.5-2 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു അളവ് കറക്റ്റ് ആവുക. കാരണം നമുക്കിത് 2 ക്ലോത്ത് വെച്ചിരിക്കുന്നത് 2 ജോയിൻ്റ് കഷ്ണങ്ങളാണ് വെക്കുന്നത്. താഴെ ഭാഗം ആ തേരുവശം വരുന്ന ഭാഗമാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. 2 കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്യുന്നത് ആ തേരുവശം വരുന്ന ഭാഗത്തേക്ക് ആയിട്ടാണ്. ഒരെണ്ണം നമുക്ക് 2.5 ഇഞ്ചിലും ഒരെണ്ണം നമുക്ക് 1.5 ഇഞ്ചിലുമാണ് എടുക്കേണ്ടത്. ഓക്കെ, 1.5 ഇഞ്ചിൽ എടുക്കുന്നത് ഹുക്ക് വയ്ക്കുന്ന ഭാഗത്തേക്കും 2.5 ഇഞ്ച് എടുക്കുന്നത് ഹോൾ വയ്ക്കുന്നത്, അത് റെഡിമെയ്ഡ് ഹോൾ വയ്ക്കുന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പോയിൻറ്റ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ 2 ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ തേരുവശം വരുന്ന ഭാഗമാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ ബാക്കിലത്തെ പട്ട, അത് കഴിഞ്ഞിട്ട് ഹോൾ വെക്കുന്ന ഭാഗം, ഇനി ഹുക്ക് വെക്കുന്ന ഭാഗം. ഓക്കെ, ഫ്രണ്ടിലേക്കാണ് ഈ ഹുക്കും ഹോളും വെക്കുന്ന ഭാഗം. മറ്റേത് നമുക്ക് പുറകു വശത്ത് ബാക്ക് പട്ടയാണ് നമ്മൾ വെക്കുന്നതിൻ്റെയാണ് കേട്ടോ. 1.5 ഇഞ്ച് വീതിയുടെ അത് വെക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സൈഡ് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. ഏത് ബാക്ക് ഭാഗത്തിൻ്റെ നമ്മൾ 1.5 ഇഞ്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത്. ഇനി സ്ലീവിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടണമെങ്കിൽ മെയിൻ സെൻറ്ററിൻ്റെ പകുതി ഭാഗത്തേക്ക് നമ്മളൊരു ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിൻ്റെയും സെൻറ്ററിലേക്ക് ഒരു 1/4 ഇഞ്ച് താഴ്ത്തി വരുന്ന രീതിക്ക് ഒന്ന് കുഴിച്ച് വെട്ടാം കേട്ടോ. നേരിയ രീതിയിൽ ചെറുതായിട്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ആ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ പ്രധാനമായ ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് അടയാളം വെക്കണം, അല്ലെങ്കിൽ നമുക്കത് വശം തെറ്റിപ്പോകും. അപ്പോൾ അത് ഭംഗി കുറയും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതേപോലെ മടക്കി അടിക്കുന്ന ഭാഗത്തും ഓരോ പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ പൊട്ടവശത്ത് വെച്ചിട്ടാണ് നമ്മൾ അതുപോലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനിയും നമുക്ക് 6 ക്ലോത്താണല്ലോ ബാൻഡിന് വേണ്ടത്, ബെൽറ്റ് വെക്കാനായിട്ട്. അത് നമുക്ക് തുണി ആദ്യത്തെ 2 എണ്ണം വെച്ചതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് രീതിയിൽ ക്ലോത്ത് നമുക്ക് പിശുക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നു ആ രീതിക്ക് ക്ലോത്തിനെ മറച്ചും തിരിച്ചൊക്കെ ഇട്ട് നോക്കി നോക്കാം. അങ്ങനെ നമുക്കൊരു 4 ബാൻഡും കൂടി കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതതിനനുസരിച്ച് ചെയ്തു. പിന്നെ ഇവിടെ സൈഡ് എന്ന് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. അതൊരു പ്രധാന ടിപ്പാണ്. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. ചില ബ്ലൗസിന് നമ്മുടെ വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഹുക്കിൻ്റെ സൈഡിൽ വരും. ചിലപ്പോൾ വീതി കൂടിയ ഭാഗം സൈഡ് ഭാഗത്തേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്കായിട്ട് വരും. ചിലവർക്ക് 2 സൈഡും ഈക്വലായിട്ട് വരും. മനസ്സിലാവുമോ? അപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ 3 രീതിയിലും ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ സൈഡാണ് ജോയിൻ ചെയ്യേണ്ട ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എസ് എന്ന് ഞാൻ എഴുതി വെച്ചതാണ്. ഓക്കെ, അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് വശം തെറ്റാതെ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഇത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ലെങ്ത്തിന് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിന് വ്യത്യാസം വരും. അത് വരാതിരിക്കാനായിട്ടാണ് നമ്മളിത് പ്രധാനമായിട്ടും അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇനി ഈ സൈഡിൽ നിന്നാണ് അടുത്ത പ്രധാന ടിപ്പ്. ഈ സൈഡ് ഭാഗത്ത് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇവിടെ ഫോൾഡഡ് സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന്. പിന്നെ നമുക്ക് വേറെ തുണിയിൽ നിന്ന് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ജോയിൻ ചെയ്താണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്തു, ഫ്രണ്ട് കട്ടിങ് കഴിഞ്ഞു. ഈ വീഡിയോ ലാസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, എലമെൻറ്റിൽ കൊടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹുക്കിൻ്റെയും ഹോളിൻ്റെയും പട്ടയും ബാക്ക് ഭാഗത്തെ പട്ടയും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ സൈഡിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് എടുത്തുള്ളത്. 1.25 ഇഞ്ച് വീതിയിലാണ് എടുത്തത് കേട്ടോ. 1 ഇഞ്ച് 1 പോയിൻറ്റ് വീതി ആയാലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു.